ഇപ്പൊ ഞാൻ ഉണ്ടാക്കണ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഫോട്ടോ എടുക്കുന്നുണ്ട്. നീ ഉണ്ടാക്ക്. സൈഡാക്ക്. നീ അവിടെ കക്കൂസ് മാലിന്യം തട്ടിയില്ലേ? അതന്നെടാ. ഞാൻ തന്നെ എടുത്തിട്ടുണ്ട്. നീ എന്തിനാ കക്കൂസ് മാലിന്യം തട്ടുന്നത്? കണ്ട അതന്നെ കണ്ടോളിട്ട് എല്ലാരും ഇതെല്ലാരും കണ്ടോളി. ഇവിടെ ആലപ്പുഴയിൽ വന്നിട്ട് ഈ ആലപ്പുഴ റോഡ് സൈഡിൽ വന്നിട്ട് മാലിന്യം ഇടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം യുവാക്കളെ വധിക്കാൻ ശ്രമിച്ച ശരത്തും വിവേകും സമാന രീതിയിൽ മുൻപും ആക്രമണം നടത്തിയവർ. ആലപ്പുഴയിൽ യുവാക്കളെ വാഹനമിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചവർ സ്ഥിരം അക്രമകാരികൾ. മലപ്പുറം സ്വദേശി ഹനീഫ രക്ഷപ്പെട്ടത് തലനാടിരയ്ക്ക്. മാർച്ച് 30 പുലർച്ചെ ഹനീഫയും ശരത്തും വിവേകും വാഹനം ഇടിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. കൈനഗിരിയിൽ കക്കൂസ് മാലിന്യം തള്ളിയത് ഹനീഫ ചോദ്യം ചെയ്തതാണ് പ്രകോപനത്തിന് കാരണം. ചോദ്യം ചെയ്യുന്നതിനിടെ ലോറി പിന്നോട്ടെടുത്ത് തന്നെയും ഇടിച്ചു വീഴ്ത്താൻ ശ്രമിച്ചതായി ഹനീഫ പറഞ്ഞു. ജീവൻ രക്ഷപ്പെട്ടത് ഭാഗ്യത്തിന്. ഞെട്ടിക്കുന്ന വിവരങ്ങൾ തുറന്നു പറഞ്ഞ ഹനീഫ പ്രതികൾക്കെതിരെ വീണ്ടും വധശ്രമത്തിന് കേസെടുത്ത് ആലപ്പുഴ സൌത്ത് പോലീസും രംഗത്തെത്തി. ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ ഹനീഫ പോലീസിന് കൈമാറി. മാലിന്യ ലോറിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ തേടി പോലീസ് ദേശീയപാതയിൽ കർശന പരിശോധന ആരംഭിച്ചു. ആലപ്പുഴ കണ്ടോളി വണ്ടിതാ കുത്തിക്കാൻ നോക്കുന്നു. ആലപ്പുഴ ഇവരെന്നെയാണ് സാറേ. നോക്കട്ടെ. ഞാൻ പറയും. സാറേ ഇതൊന്നായിട്ട് പൊളിക്കണതാ. ഒന്നായിരം പൊളിക്കണേ. 30-ാം തീയതി ഞാൻ നെല്ലെടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് 12 വീലാണ്. പിന്നെ ആൾ ഇന്ത്യ പെർമിറ്റ് വണ്ടിയാണ്. ഞാൻ നെല്ലെടുക്കാൻ വേണ്ടിയാണ് പിന്നെ ഇവിടേക്ക് നെടുമുടിയിലേക്ക് നെല്ലെടുക്കാൻ വരുന്ന സമയത്ത് ഞാൻ അവിടെ നിർത്തിയാണ്ട് ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് പുലർച്ചെ ഏകദേശം 4:30 മണി കഴിഞ്ഞിട്ടുണ്ടാവും. 4:30 മണി കഴിഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് ഇവര് നീ ഫോട്ടോ എടുക്കുകയാണെന്ന് ചോദിച്ചു. നീയാണോ ഞങ്ങളെ ഫോട്ടോ എടുത്തത്? നീ ആരാ ഫോട്ടോ എടുക്കാൻ? കേട്ടാൽ അറക്കുന്ന വാക്കുകളാണ്. അത്രയേറെ തെറികൾ ഇവിടെ പറഞ്ഞിട്ട് എന്റെ ഈ ഗ്രില്ല് ഇവര് ചവിട്ടി പൊളിക്കുകയും ചെയ്ത്. ഇതെന്റെ സേഫ്റ്റി ഗ്രില്ലാണ്. ഓരോ ലോറിക്കാർക്കും ഉണ്ടാവുന്നത്. ഈ സേഫ്റ്റി ഗ്രില്ല് അവര് ചവിട്ടി പൊളിച്ച് ഞാൻ പുറത്തിറങ്ങുന്ന സമയത്ത് അവരെന്നെ വണ്ടി അടിച്ചിട്ട് ബാക്ക് റിവേഴ്സ് എടുത്തിട്ട് എന്നെ വണ്ടിയായി ഇടിച്ചു കൊല്ലാൻ ശ്രമിച്ചു. എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടതാണ്. രക്ഷപ്പെട്ടു. എന്നതിന് ശേഷം വീണ്ടും അവര് വണ്ടി അവരുടെ ലോറി നിർത്തിയിട്ട് പിന്നെ ലോറി നിർത്തി അവർ ഓടി വന്നിട്ട് എന്റെ ഈ ഗ്രില്ല് അടിച്ചു പൊളിച്ചാണ്ട് എന്താക്കി. എന്നിട്ട് അപ്പൊ എനിക്ക് മനസ്സിലായില്ല എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഏതായാലും ഞാൻ ഇന്നലെ കേസ് കൊടുത്തു. പിന്നെ പരാതി കൊടുത്തിട്ടുണ്ട്. പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസ് എടുത്തിട്ടുണ്ട്. വളരെയധികം നന്ദി. കഴിഞ്ഞ 29-ാം തീയതി രാവിലെ 5:30 ആലപ്പുഴ കലവൂർ എക്സൽ ഗ്ലാസിന് സമീപം 2 വണ്ടികളിലായി മാലിന്യം തള്ളിയത് ഫോട്ടോ എടുത്ത് IT പ്രൊഫഷണലുകളായ യുവാക്കളെ പിന്തുടർന്ന് ലോറി ഇടിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ച കേസിൽ പിടിയിലായ തണ്ണീർമുക്കം പഞ്ചായത്ത് 7-ാം വാർഡ് കരുണാനിലയം വീട്ടിൽ പ്രതാപൻ മകൻ ശരത്ത്, അതേ വാർഡിലെ വിവേക് നിവാസ് വീട്ടിൽ വിനോദ് മകൻ വിവേക് എന്നിവർക്കെതിരെയാണ് സമാന രീതിയിൽ വീണ്ടും പോലീസ് കേസെടുത്തിരിക്കുന്നത്. സുഹൃത്തിനെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ആക്കുവാൻ ബൈക്കിൽ പോയ യുവാക്കൾ കലവൂർ എക്സൽ ഗ്ലാസിന് സമീപം 2 വണ്ടികളിലായി ദേശീയപാതയോരത്ത് മാലിന്യം തള്ളുന്നത് കണ്ട വീഡിയോ എടുക്കുകയും തുടർന്ന് മാലിന്യ വണ്ടിയുമായി എത്തിയ ശരത്തും വിവേകം ചേർന്ന് ടാങ്കർ ലോറിയിൽ യുവാക്കളെ പിന്തുടരുകയും പാതിരപ്പള്ളി പെട്രോൾ പമ്പിന് സമീപം വെച്ച് ഇരുവരും സഞ്ചരിച്ചു വന്ന ബൈക്ക് ഇടിച്ചു വീഴ്ത്തുകയുമായിരുന്നു. ഗുരുതരമായി പരിക്കുപറ്റിയ യുവാക്കളെ ആംബുലൻസിൽ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. മണ്ണഞ്ചേരി സ്വദേശികളായ അജിത്ത്, സോജു എന്നിവർക്കാണ് ആക്രമണത്തിൽ പരിക്കേറ്റത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.